കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നന്ദുവിനാണ് ഉറക്കം വരുന്നേ ഉണ്ടായിരുന്നില്ല. ഉറക്കം വരാതിരിക്കുന്ന സമയത്താണ് ആദർശം നയനും പുറത്തു പോയിട്ട് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നയന നന്ദുവിനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. ഇനിയിപ്പം അനിയെക്കുറിച്ചുള്ള ചിന്തകളൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ലെന്നൊക്കെ പറയാ. പോയി കിടന്ന് ഉറങ്ങാൻ പറയാണ്. പിന്നീട് നന്ദു മുറിയിലേക്ക് വരിക. നന്ദു തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി. ഇങ്ങോട്ട് വരണ്ടേയിരുന്നില്ല. ഇവിടെ വന്നോണ്ട് എത്ര വിഷമം കൂടിയത്. അനിയെ കാണണ്ടായിരുന്നു. അനിയെ കണ്ടു കഴിയുമ്പോഴെങ്കിലും മനസ്സുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ പോകുന്നു കരുതി. പക്ഷെ അത് കൂടി വരുന്നതല്ലാതെ കുറയുന്നതായിട്ട് നന്ദുവിന് തോന്നിയില്ല. ഈ സമയം അനിയുടെ ഫോണിലേക്ക് അനാമിക വിളിക്കാണ്. കുറെ തവണ വിളിച്ചു. അനി കോൾ എടുത്തില്ല. ഇതെന്ത് പറ്റി ഇവൻ കോൾ എടുക്കാത്ത? സാധാരണഗതിയിൽ ഒന്ന് രണ്ട് വീട്ടും വിളിച്ചുമ്പോ എടുക്കുന്നതാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ജാനകി ആന്റിനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതി അനാമിക നേരെ ജാനകിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ജാനകിയുടെ ഫോണിൽ വിളിച്ചപ്പോൾ ജാനകി ചോദിച്ചു, എന്താ മോളെ, എന്താ ഈ സമയത്തെന്ന് ചോദിക്കാം. അല്ല, ഞാനേ അനിയനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ല, അവൻ ഫോൺ എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം, ആന്റിനെ വിളിച്ചെന്ന് പറയാം. അതാണോ കാര്യം? അതെ, അവൻ അവിടെ ഉണ്ടെന്ന് പറയാം, മുറിയിലുണ്ടെന്ന് പറയാം. ശരി, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയാം. അല്ല, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങളെന്ന് ചോദിക്കാം. ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ല ആന്റി, സുഖമായിട്ടിരിക്കുന്നു പറയാം. അല്ല ആന്റി, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ നന്ദു വന്നിട്ടുണ്ട്, നയനയുടെ അനിയത്തി വന്നിട്ടുണ്ടെന്ന് പറയണേ. നന്ദു വന്ന എന്നാ? നന്ദു ഇന്നാ വന്നേന്ന് പറയാം. എന്താണെങ്കിലും എനിക്കതൊരു ആശ്വാസമാണ് നന്ദുവിന്റെ വരവ്. നന്ദു വന്നതോട് കൂടിയിട്ട് അനിയുടെ മുഖത്തൊരു പ്രകാശമൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവൻ ഇപ്പൊ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിരിക്കുമല്ലായിരുന്നോ? ഞാൻ നന്ദുവിനോട് പറഞ്ഞു, അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അവർ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇനിയിപ്പം അനിയെ പറഞ്ഞ് മനസ്സിലായിക്കോളൂന്ന് പറയാം. ഇത് കേട്ടത് അനാമികയിലൊരു ഞെട്ടലുണ്ടായി. ഓഹോ, അപ്പൊ നന്ദു അവിടെ നേരത്തെ കടന്നു വന്നിരിക്കുക. അവൾ ഈ കല്യാണത്തിനെ വരില്ലെന്ന് വിചാരിച്ചാൽ താനിരിക്കുന്നത്. ആ സമയത്താണ് അവളുടെ വരവ്. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പെട്ടെന്ന് അനാമിക ഒന്നും മിണ്ടാതെ വന്നപ്പോൾ ജാനകി ചോദിച്ചു, എന്താ മോളെ, എന്താ നീ ഒന്നും മിണ്ടാത്തേന്ന് ചോദിക്കാം. അതെ ആന്റി, എനിക്ക് നാളെ ആന്റീനെ ഒന്ന് കാണണമെന്ന് പറയാം. കാണാൻ എന്തു പറ്റി? എനിക്ക് ആന്റിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം. അതിനെന്താ? മോള് വീട്ടിലേക്ക് പോരാൻ പറയണം. വീട്ടിലേക്ക് വന്നാൽ ശരിയാകത്തില്ല, ആന്റി പുറത്തേക്ക് വന്നാൽ മതി എന്ന് പറയാം. ശരി, എപ്പോഴാന്ന് മോള് പറഞ്ഞാൽ മതി, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ഈ സമയം അനാമിക്ക് ഒരു കാര്യം മനസ്സിലായി. നന്ദു വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മിക്കവാറും അനിയുടെ മനസ്സ് മാറ്റാനുള്ള വരവായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടക്കുമോ എന്ന് ഒരു സംശയമുണ്ട്. ഒരു കാരണവശാലും പാടില്ല. ആന്റിനെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിയിക്കണം. അല്ലെങ്കിൽ മിക്കവാറും കല്യാണത്തിന് സമയത്ത് താൻ നാണം കെട്ട് അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വരും. നന്ദുവിനെ അങ്ങനെ അടിച്ചെടുത്തോണ്ട് അനി പോയിട്ടുണ്ടെങ്കിലോ അതോടുകൂടി തീർന്നില്ലേ? ആകെപ്പാടെ ടെൻഷനായി അനാമികയുടെ ഉള്ള ഉറക്കം കൂടെ പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തിഞ്ഞപ്പോ നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നന്ദു. ഇതേപോലെ തന്നെയായിരുന്നു അനിക്കും വല്ലാത്തൊരു മാനസികാവസ്ഥ. നന്ദു വന്നതിന് ശേഷം അനിയുടെ മനസ്സിൽ വീണ്ടും ചെറിയ ചെറിയ മോഹങ്ങളൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. അനാമികനെ കുറിച്ചുള്ള ചിന്ത പോലും വരുന്നില്ലായിരുന്നു. എപ്പോഴും നോക്കിയാലും നന്ദു മാത്രമായിരുന്നു മനസ്സിൽ. ഈ സമയത്താണ് നയന അനിയുടെ ഇടയിലേക്ക് വരുന്നത്. എന്തു പറ്റി അനി, നിന്റെ മോഹം എന്താ വല്ലായിരിക്കണം നിൽക്കേ? ഒന്നുമില്ലെന്ന് പറയണേ. അതെ, ഞാൻ അറിഞ്ഞു, ഇന്നലെ നീ നന്ദുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, ഇനിയിപ്പൊ അനാമികയായിട്ടുള്ള വിവാഹത്തിന് അധിക ദിവസമൊന്നുമില്ല, കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ആ ഒരു ചിന്ത വേണം. ഇനി നിന്റെ മനസ്സിൽ അനാമിക മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടേ, വേറൊരു ചിന്തകളും ഒന്നിനെക്കുറിച്ചും പാടില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, എന്തായിട്ട് ഇങ്ങനെയൊക്കെ പറയണേ? എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതുവരെയായിട്ട് അവളെ എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ഭാര്യയായിട്ട് അവളെ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഇത് കേട്ടതും നയന പെട്ടെന്ന് പറഞ്ഞു, നീ എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? നിനക്ക് വല്ല ബോധമുണ്ടോ നീ എന്താ പറയണെന്നുള്ളേ? എനിക്കറിയാം ഏട്ടത്തി, കാര്യം പറഞ്ഞ ഈ സമയത്ത് മനസ്സിൽ അനാമിക വരേണ്ടതാണ്. പക്ഷെ എനിക്കറിയത്തില്ല, എനിക്ക് അവളോട് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് പോലും തോന്നുന്നില്ല. കാര്യം പറഞ്ഞാൽ കല്യാണോ അല്ലെങ്കിലും ഇപ്പോഴും ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞല്ലേ, എല്ലാവരും കൂടെ നിർബന്ധിച്ച് പെട്ടെന്ന് എന്നെ കൊണ്ട് കെട്ടിക്കാൻ തുടങ്ങിയതല്ലേന്ന് ചോദിക്കും. അല്ലെങ്കിലും ഇപ്പോഴൊരു വിവാഹത്തിനൊന്നും ഒട്ടും ഞാൻ പ്രിപ്പയർ അല്ലായിരുന്നു പറയാം. അനാമിക പറഞ്ഞു, അല്ല നയന പറഞ്ഞു, ഇതൊക്കെ എനിക്ക് ഇപ്പൊ പറയാം, എനിക്ക് ആദ്യമേ ഇതൊക്കെ പറയാൻ മേലായിരുന്നോ? എല്ലാം കഴിഞ്ഞ് അവസാനമല്ല അനി ഇതൊക്കെ പറയണേ. ഇനി ഇപ്പം ഈ കാര്യം പറഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ അടുത്തേക്കോ ആരുടെ അടുത്തേലും ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലത് കിട്ടുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനിയിപ്പോ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. ഒരു കാര്യം ചെയ്യാം, എന്നോട് പറയുന്നതിന് പകരം മുത്തശ്ശനോടൊന്നും ചെന്ന് പറയാൻ പറ്റുമോ എനിക്കിത് കാര്യങ്ങളൊക്കെ? അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്കിപ്പൊ കല്യാണം വേണ്ട, ഞാൻ കല്യാണത്തിന് തയ്യാറില്ലെന്ന് മുത്തശ്ശനോട് എന്ന് പറ. അപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ഇത് കേട്ടോ അനിയിലൊരു ഞെട്ടലുണ്ടേ. വേണ്ട എടുത്തി, കുഴപ്പമൊന്നുമില്ല, കല്യാണം നടക്കട്ടെ. ഇനിയിപ്പം ഞാനായിട്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. എനിക്കറിയാം, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ വാക്ക് കൊടുത്താ അതിന്റെ പേരിൽ ഈ വീട്ടിൽ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാവുന്ന അറിയാം. അത് ഏട്ടത്തിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഏട്ടത്തി എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. നയന പറഞ്ഞു, അതൊക്കെ എനിക്കറിയാലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറൊരു ചിന്തകളും മനസ്സിൽ വേണ്ടാന്നുള്ള. എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുത്തു മാറ്റിയാരെ.
ഈ കുടുംബത്തിന്റെ അന്തസ്, അഭിമാനം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഞാനത് പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലോ എന്ന് പറയാം. എനിക്കറിയാം, എന്നാലും ഒരെന്നാലും ഇല്ല. ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞ് അനിയുടെ മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി അങ്ങോട്ട് നയനെ വിടുവാണ്. പിന്നീട് നയന നേരെ നന്ദുവിന്റെ അരിയിലേക്കാണ് ചെല്ലുന്നത്. അപ്പൊ നന്ദുവിന്റെ അവസ്ഥയും വേറൊന്നും ആയിരുന്നില്ല. കാരണം അനിയെക്കുറിച്ചുള്ള ചിന്തകൾ എത്രയൊക്കെ അവനെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അനി മനസ്സിലേക്ക് വന്നോണ്ടിരിക്കുക. അങ്ങനെ നന്ദുവിനെ കണ്ടപ്പോൾ നയന ചോദിച്ചു, എന്ത് പറ്റി, നിന്റെ മോഹം എന്താ വല്ലായിരിക്കണേന്ന് ചോദിക്കും. ഒന്നുമില്ല അടുത്തി, ഇപ്പൊ ഞാൻ അനിയെ കണ്ടിട്ട് വരുന്ന വഴിയാ, അവനും ഇതൊക്കെ തന്നെയാ പറയണേ. അല്ല, എന്ത് ഭാവിച്ചാ നന്ദു ഇത് നീക്കണേ? എന്റെ മനസ്സിലൊന്നുമില്ല ചേച്ചി എന്ന് പറയണേ. എനിക്കറിയാം നന്ദു, നിന്റെ മനസ്സ് ഞാൻ അറിയാതിരിക്കാൻ എനിക്ക് കഴിയുമോ? കാരണം ഞാൻ നിന്നെ കുഞ്ഞുനാള് മുതലേ കാണുന്നില്ലേ, നിന്റെ മുഖം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് അത് അറിയാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുന്ന ഒരാളെ, അത് അനിയയാണ്. അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്ന് ആ രൂപം അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ മനസ്സിൽ വിചാരിക്കും ഇനി അങ്ങനെയും ചിന്തിക്കരുതെന്ന്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഓർക്കല്ലെന്ന് വിചാരിക്കുന്നതോടെ മനസ്സിലേക്ക് വീണ്ടും അനി ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്നതിന് ശേഷം അത് കൂടുതൽ അരിച്ചു ചെയ്യുന്നേ. എനിക്കറിയത്തില്ല, അനിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. മറ്റാരുടെ മുഖത്ത് ഫേസ് ചെയ്ത് എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥ എന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും മോള് വിഷമിക്കണ്ട കേട്ടോ, ആ കാര്യം അങ്ങ് കളഞ്ഞു പോയതാ. ഇനി അത് തുറക്കാനേ പോകണ്ട, ആ ചാപ്റ്റർ കൂടെ ക്ലോസ് ചെയ്തേരെ. ഇനി അനാമികയും അനിയും തമ്മിലുള്ള കല്യാണം അത് എത്രയും പെട്ടെന്ന് നടക്കട്ടെ. എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു, ഒരു സമാധാനം വന്നേനെ. അതുവരെ മനുഷ്യൻ ചങ്കിനകത്ത് തീയുമായിട്ടാണ് നടക്കണേ. ഈ സമയം നന്ദോറും, ചേച്ചി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇത് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നില്ല. ചേച്ചിക്കറിയാലോ ഈ നന്ദുവിന് ചേച്ചിക്ക് വിശ്വാസം ഇല്ലെന്ന് ചോദിക്കുക. അതെനിക്ക് നന്ദുവിനെ വിശ്വാസമാണ്, പക്ഷേ എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇവിടെ ആരെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരുടെ മുന്നിൽ നാണം കിടും. അല്ലെങ്കിൽ തന്നെ ഞാനും നിന്റെ ചേച്ചി ഇപ്പം ഏത് വിധത്തിലായി കുടുംബത്തെ ജീവിക്കുന്നുള്ള കാര്യം ഞങ്ങൾക്ക് മാത്രം അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മുത്തശ്ശനോ അല്ലെങ്കിൽ വീട്ടുകാർക്കോ സഹിക്കാൻ പറ്റില്ല. എന്തിനും ഏതിനും എന്നോടൊപ്പം നിൽക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിയും പോലും മിക്കവാറും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നന്ദു, നമുക്ക് ഈ ബന്ധം വേണ്ടാന്നുള്ള കാര്യം. നമുക്ക് ചേരുന്ന ഒരു ബന്ധം മതി, എപ്പോഴും അതായിരിക്കും നല്ലത്. അനിയുടെ കല്യാണം കഴിയട്ടെ, നിനക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് ഞാനും ആദർശാണ്ടും വിവാഹം നടത്തി തരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആദർശാണ്ടും ഭയങ്കര സന്തോഷത്തിലാ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശന്റെ മനസ്സ് എങ്ങനെയായിരിക്കും? അത് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. എനിക്ക് അതുപോലെ തന്നെയാ, ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നിനക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാവണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ജാനകി നേരെ അനാമികനെ കാണാനായിട്ട് ചെല്ലുവാണ്. അപ്പൊ അനാമിക എവിടെ ചെല്ലണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല എന്താ മോളേനെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ്, എന്ത് പറ്റി? ഇനി എന്തെങ്കിലും കല്യാണത്തിന് എന്തെങ്കിലും സാധനം മേടിക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യത്തെ കൂടെ സംസാരിക്കാനാണോ എന്ന് ചോദിക്കും. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അനാമിക പറഞ്ഞു, അതൊന്നും അല്ല ആന്റി എനിക്ക് സംസാരിക്കാനുള്ളത്. പിന്നെ എന്താ? എനിക്ക് അനിയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളതെന്ന് പറയണം. അനിയെക്കുറിച്ച് അതെന്താ? അല്ല, എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് ആന്റിക്ക് എന്നോട് ദേഷ്യം തോന്നുന്നു ചോദിക്കണം. ഞാനിതിനാ മോളോട് ദേഷ്യപ്പെടുന്നേ. അനിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്നതല്ലേ. അവനാണെങ്കിൽ ഇപ്പൊ ഈ വിവാഹം വേണ്ടെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാരും കൂടെ പറഞ്ഞു, അവന്റെ മനസ്സ് നമുക്കറിയാലോ, വേറൊന്നുമില്ല. ഇത്ര ഇടപെടി നീ കല്യാണം നടത്തുന്നോണ്ടുള്ള ബുദ്ധിമുട്ട് അത് മാത്രം അവന്റെ മനസ്സിലുള്ളത്. അത് ഓർത്തിട്ടാണോ മോള് വിഷമിക്കണേന്ന് ചോദിക്കുക. അതൊന്നുമല്ല ആന്റി, എനിക്ക് എന്നോട് ഇഷ്ടമില്ല. ഞാൻ വിളിച്ച ഫോൺ പോലും എടുക്കാറില്ലെന്ന് പറയാം. അത് മറ്റൊന്നും കൊണ്ടായിരിക്കില്ല, അവന്റെ സ്വഭാവം മോൾക്കറിയത്തില്ലാത്തോണ്ടാ. അവനങ്ങനെ അധികം ആരോടും അങ്ങനെ അറ്റാച്ച്മെന്റ് കാണിക്കത്തില്ല. പിന്നെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം പിടിക്കും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അതെല്ലാം ശരിയായിക്കോളും എന്ന് പറയാം. അതല്ല ആന്റി, കാരണം അതല്ലെന്ന് പറയാണ്. പിന്നെന്താ? ഇപ്പൊ നന്ദു അവിടെ വന്നിട്ടുണ്ടെന്ന് ആന്റി പറഞ്ഞില്ല. അതെ വന്നിട്ടുണ്ട്. ഞാൻ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ട് അനിയുടെ മനസ്സിലെ കാര്യങ്ങൾ എന്താന്ന്, വിഷമങ്ങളും വേദനയൊക്കെ എന്താന്ന് ഒന്നും മനസ്സിലാക്കണം. അവന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നന്ദുവിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നന്ദു ചോദിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും അനാമയ്ക്ക് പറഞ്ഞു, വിഷമങ്ങളും വേദനകളും, ഏറ്റവും വലിയ വിഷമങ്ങളും വേദന എന്താണെന്നറിയാവോ അനിയുടെ? അത് നന്ദുവാന്ന് പറയണേ. നന്ദുവോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, മോൾ എന്താ പറയണേന്ന് ചോദിക്കാം. അതെ ആന്റി, നന്ദുവും അനിയും തമ്മിൽ പ്രണയത്തിലാന്ന് പറയാ. ഇത് കേട്ടത് ഒന്ന് ഞെട്ടിപ്പോയി ജാനകി. മോൾ എന്തൊക്കെയാ പറയണേ? വെറുതെ പൊട്ടത്തരം വിളിച്ച് പറയല്ലോ കേട്ടോ എന്ന് പറയാ. ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? പറഞ്ഞു, അല്ല ആന്റി, ഇത് പൊട്ടത്തരം ഒന്നുമല്ല, എനിക്കറിയാവുന്ന കാര്യമാന്ന് പറയാ, സത്യമായിട്ടുള്ള കാര്യമാന്ന് പറയാ. എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറയുന്നതിന് മെയിൻ കാരണം അതാണ്, നന്ദുവായിട്ടുള്ള പ്രണയമാണ്. നന്ദു അനിയും തമ്മിൽ പ്രണയത്തിലാന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് വന്ന് കനകാന്റിയോട് സംസാരിക്കുകയും ചെയ്തതാ. പക്ഷെങ്കിൽ അന്ന് ആന്റി പറഞ്ഞ ആരോടും പറയണ്ട, അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശനൊക്കെ അറിഞ്ഞ വല്ലാത്ത പ്രശ്നമാവും.
അസുഖങ്ങളൊക്കെ വന്നിരിക്കുമല്ലേ, അതുകൊണ്ട് മാത്രം ഞാൻ മുത്തശ്ശനോട് ആരോടും പറയായിരുന്നേ. അല്ലെങ്കിൽ അന്ന് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഒരു ദിവസം വീട്ടിൽ വരികയും ചെയ്താ. ആന്റി എന്നെ തടഞ്ഞോണ്ടാ ഞാൻ ആരോടും പറയായിരുന്നെന്ന് പറയാം. ആന്റി തന്നെ നന്ദുവിനെ പറഞ്ഞ് വിലക്കിക്കോളാന്നൊക്കെ പറഞ്ഞതെന്ന് പറയാം. ഇതൊരു പുതിയ അറിവായിരുന്നു ജാനകിക്ക്. ജാനകി പറഞ്ഞു ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മോളെ എന്ന് പറയാം. അതെ, അനിയുടെ മാറ്റത്തിന് കാരണം ഇതാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആന്റി, ഇനി കല്യാണമാ. ഈ കല്യാണത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കല്യാണം എങ്ങനെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആന്റി എങ്ങനെയെങ്കിലും സഹായിക്കണം. അനിയെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് പറയാം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു മോൾ അതോർത്ത് വിഷമിക്കണ്ട കേട്ടോ. മോളുടെ സ്ഥാനത്ത് ആരും മരുമോളായിട്ട് ആ വീട്ടിലേക്ക് കയറി വരാൻ പോകുന്നില്ല. ഒരുത്തിയും വരാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരുന്നു. ഈ ജാനകിയാ പറയുന്നത് എന്റെ മരുമോളായിട്ട് അനിയുടെ ഭാര്യയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. ആ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനും വേണ്ടെന്ന് പറയാം. ധൈര്യമായിട്ട് മോള് പൊയ്ക്കോളാൻ പറയാണ്. അനിയോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാം. ഇത് കേട്ടപ്പോ അനാമിക്ക് സന്തോഷമായി. അനാമി ഇങ്ങോട്ട് പോവാണ്. കൊള്ളാം, ഇനിയിപ്പൊ ആന്റി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ഇനിയിപ്പൊ തനിക്ക് ടെൻഷന്റെ കാര്യം വേണ്ട എന്നോർത്ത് ഇരിക്കുവാണ്. ഈ സമയം ജാനകിയുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു. അപ്പൊ ഇതായിരുന്നോ കാര്യം? ഇതായിരുന്നോ ഇന്നലെയൊക്കെ നന്ദു അനിയും തമ്മിൽ മാറി സംസാരിക്കുന്നുണ്ട് രാത്രി ഉറക്കമില്ലാതെ? ഒരു പക്ഷെ അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നോ? ഇതെന്തുകൊണ്ട് നയന തന്നോട് പറഞ്ഞില്ല? അതോ ഇനിയിപ്പം അനിയൻ തന്നോട് പറഞ്ഞില്ലോ? എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അനിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം ഒരിക്കൽ ചിന്തിച്ചിട്ട് പോലുമില്ല. അനിയും നന്ദും തമ്മില് പ്രേമത്തിലൊന്നുമല്ല, സാധാരണ നോർമൽ സ്റ്റേജിലുള്ള ഫ്രണ്ട്ഷിപ്പ് അത്രയും മാത്രമേ കരുതിയിരുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന കൂടി ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം അവരുടെ പണിയായിരിക്കും. ആ കനകയുടെ അവളായിരിക്കും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ ചില ചിന്തകളൊക്കെ പെട്ടെന്ന് ജാനകിയുടെ മനസ്സിലേക്ക് വരുവാണ്. ഈ സമയത്ത് അനി നേരെ നന്ദുവിന്റെ അരിയിലേക്ക് വരുവാണ്. നന്ദുവിന്റെ അടുത്ത് വന്നിട്ട് നന്ദു എനിക്ക് പറ്റുന്നില്ല നന്ദു, എനിക്ക് നിന്നെ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു വിഷമമൊക്കെ വരുവാന്ന് പറയണം. നന്ദു പറഞ്ഞു അതെന്തിനാ? വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികയുടെ അനിയുടെ കല്യാണമല്ലേ. ഇനിയിപ്പം കല്യാണത്തിന് അധികം ദിവസമില്ല. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. എത്രയും പെട്ടെന്ന് കല്യാണം കഴിയണം തന്നെയാ എൻ്റെ ആഗ്രഹം. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം അനി ഇപ്പം എന്നെ മറന്നിട്ട് അവള് അനാമികനെ സ്നേഹിച്ചു തുടങ്ങിക്കോളും. അത് എത്രയും പെട്ടെന്ന് നടക്കുന്ന കാര്യം. അങ്ങനെ തന്നെ വേണം. അനി അനാമികയും തമ്മിലുള്ള കല്യാണം നടക്കണം. അതാണ് ഇതിന് ഏറ്റവും പറ്റിയ ഏറ്റവും നല്ലൊരു പോംവഴി എന്ന് പറയാണ്. ഈ സമയത്താണ് ജാനകി അങ്ങോട്ട് വരുന്നത്. ജാനകി കയറി വരുന്നപ്പം അനിയും നന്ദുവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ജാനകിക്ക് ഒരു കാര്യം ഉറപ്പായി. അനാമിക ഇവിടെ സത്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടുപേരും കൂടെ മാറി സംസാരിക്കുന്ന കണ്ടില്ലേ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് കരുതി ജാനകി അങ്ങോട്ട് വരുവാണ്. അപ്പൊ ജാനകിനെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് അനിയും നന്ദുവും ഞെട്ടിത്തരിച്ച് നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.